എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയുമായിട്ട് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. വേറൊന്നുമല്ല, ഒരു ക്യാരറ്റ് ക്യാൻഡി റെസിപ്പിയാണ്. ഇത് വീട്ടിലുള്ള അത്യാവശ്യം സാധനങ്ങൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ക്യാരറ്റ് ക്യാൻഡിയുടെ കുക്കിങ്ങിലേക്ക് കിടക്കാം. ക്യാരറ്റ് ക്യാൻഡി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യമായിട്ട് വേണ്ട സാധനം ക്യാരറ്റ് തന്നെയാണ്. ഒരു 400 ഗ്രാം ക്യാരറ്റ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് പീൽ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ ഇനി ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് മിക്സിക്കകത്തിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് അരച്ചെടുക്കുക ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ക്യാരറ്റിനെ കട്ട് ചെയ്ത് സ്മോൾ പീസസ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഇനി എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഇതിനെ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നമുക്ക് അരച്ചെടുക്കുക ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ആദ്യം നമ്മൾ ഈ ക്യാരറ്റിനെ തന്നെ ഇട്ട് കൊടുത്ത ക്യാരറ്റിനെ തന്നെ മുഴുവനായിട്ട് അങ്ങനെ തന്നെ മിക്സിക്കകത്ത് ഒന്ന് നന്നായിട്ട് കറക്കി അരച്ചെടുക്കുക. അതപ്പോൾ നന്നായിട്ട് അങ്ങ് അരയത്തില്ല. അപ്പൊ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഒരു 2 കപ്പ് വെള്ളം കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഒന്നുകൂടെ അരച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ അരച്ചു കഴിഞ്ഞാൽ അത് ഒരുവിധം നന്നായിട്ട് അരഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഒരു ജ്യൂസ് എടുക്കുക. നമ്മൾ നോർമലി ജ്യൂസ് ഒക്കെ എടുക്കുന്ന ആ ഒരു പരുവത്തിൽ കിട്ടും. അപ്പൊ നമ്മൾ അതിനെ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനെ നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കുക ചെയ്യേണ്ടത്. നമ്മൾ അതിനെ ഫിൽറ്റർ ചെയ്തിട്ട് അതിന്റെ കൂടെ നമുക്ക് 1 കപ്പ് വെള്ളം മിച്ചം ഇരിപ്പുണ്ട്. നമുക്ക് ആ വെള്ളത്തിനെയും കൂടെ നമ്മൾ ഫിൽറ്ററിനകത്ത് നമ്മൾ ഒഴിച്ചിട്ട് നമ്മൾ അരിപ്പയ്ക്കകത്ത് ഒഴിച്ച് ആ വെള്ളത്തിനെയും കൂടെ നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ മിക്സ് ചെയ്ത് വരുന്നത് നന്നായിട്ട് ലൂസായിട്ട് നമുക്ക് ആ വെള്ളം എല്ലാം പിശടെല്ലാം മാറി നല്ലതായിട്ട് നമുക്ക് അതിന്റെ ആ ജ്യൂസ് കിട്ടും. അതിനെ നമ്മളെടുത്ത് മാറ്റി വെക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് നമ്മൾ ക്യാരറ്റിനെ വെള്ളം ഇല്ലാണ്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ് ഈ കാണിക്കുന്നത്. ഇതിനകത്തുണ്ടല്ലോ നമ്മൾ ഇനി ചെയ്യാനുള്ളത്, എടുത്ത് വെച്ചേക്കുന്ന 2 കപ്പ് വെള്ളം കൂടെ ഇതിനകത്തോട്ട് ചേർത്തിട്ട് നമ്മൾ ഇനി ഒന്നുകൂടി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സിയിൽ കറക്കി എടുക്കാനായിട്ടാണ് പോകുന്നത്. ഇപ്പൊ ഞാൻ ഇതിനകത്തോട്ട് 2 കപ്പ് വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ 2 കപ്പ് വെള്ളം ഒഴിച്ചു വെച്ചേക്കുന്ന ഈ ക്യാരറ്റിനെ നമ്മൾ മിക്സിയിൽ വെച്ച് നമ്മൾ നന്നായിട്ടൊന്ന് കറക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിന് ജ്യൂസ് കിട്ടും. അപ്പൊ അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ച് ക്യാരറ്റ് നന്നായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഇനി എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇതിനെ നമ്മൾ ഒരു അരിപ്പയ്ക്കകത്തെടുത്ത് ഇതിനെ അരിച്ചെടുക്കുക ചെയ്യുന്നത്. അരിച്ചെടുത്തിട്ട് നമ്മൾ കുറേശ്ശെ ആയിട്ട്, ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന ചെറിയ അരിപ്പയാണ്, അത് കാരണം ഞാൻ ഇതിനെ കുറേശ്ശെ അരിച്ചെടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇളകാൻ പാടുണ്ടെങ്കിൽ നമ്മളൊന്ന് സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് നമ്മൾ സാധാരണ ജ്യൂസ് ഒക്കെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ അരിച്ചെടുക്കുന്ന പോലെ തന്നെ ഇതിനെ ഒന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് ഇനി കംപ്ലീറ്റ് അരിച്ചെടുക്കണം. എന്നിട്ട് അരിച്ചെടുത്തിട്ട് ഇതിന് ഇനി ഇച്ചിരി പിശടൊക്കെ വരുമ്പോൾ ലാസ്റ്റ് നമ്മുടെ കയ്യിൽ 1 കപ്പ് വെള്ളം സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ ഇതിനെ നന്നായിട്ട് ഇതിന്റെ ജ്യൂസ് അങ്ങ് എടുക്കണം. അതാണ് നമുക്കിനി ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ ക്യാരറ്റ് നന്നായിട്ട് ഫിൽറ്റർ ചെയ്ത് അതിന്റെ ജ്യൂസ് കൃത്യമായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. മാക്സിമം ജ്യൂസ് അതിന്റെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു 3/4 കപ്പ് കോൺഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കോൺഫ്ലോറിനെ നമ്മൾ കുറേശ്ശെ ആയിട്ട് ഈ ക്യാരറ്റിന്റെ ജ്യൂസിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഈ ക്യാരറ്റ് ജ്യൂസിനകത്ത് ഈ കോൺഫ്ലോറിനെ നന്നായിട്ട് ഇളക്കി കട്ട കെട്ടാതെ ഇളക്കി നന്നായിട്ട് എടുക്കുക ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ കോൺഫ്ലോറും ക്യാരറ്റും കൂടെ എടുത്ത് വെച്ചിരിക്കുന്ന ഇതിനകത്ത് നമ്മൾ ഒരു പാൻ കത്തിച്ച്, അടുപ്പിൽ നമ്മൾ പാൻ കത്തിച്ച് അതൊരു സിമ്മിലാക്കി വെച്ചിട്ട് നമ്മൾ ഈ ജ്യൂസിനെ മിക്സ് ചെയ്ത്, ഈ കോൺഫ്ലോർ ജ്യൂസ് ചെയ്ത മിക്സിനെ നമ്മൾ ഈ പാനിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചെയ്യേണ്ടത്. ഇതിനെ നമ്മൾ നിർത്താതെ ഇളക്കി ഒന്ന് കുറുക്കി എടുക്കണം. അതാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ഇതിനെ ഒന്ന് കുറുകുന്നിടം വരെ നന്നായിട്ട് അത്യാവശ്യം കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതാണ് നമുക്കിനി ചെയ്യാനുള്ളത്. ഇത് ആക്ച്വലി നമ്മൾ എന്തിനാ ഇത് നമ്മൾ അടുപ്പേ വെച്ചിട്ട് ഈ കോൺഫ്ലോർ ഇടാത്തേന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് കട്ടിയാകും. നമ്മൾ അങ്ങനെ കട്ടിയാവാതിരിക്കാൻ വേണ്ടിയാണ് തണുത്ത വെള്ളത്തിൽ തന്നെ നമ്മൾ കോൺഫ്ലോർ മിക്സ് ചെയ്യുന്നത്. തണുത്ത വെള്ളത്തിൽ മിക്സ് ചെയ്താൽ പെട്ടെന്ന് കട്ടിയാവത്തില്ല. എന്നിട്ട് നമ്മൾ പിന്നെ ചൂടാക്കുക ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് കുറുക്കി എടുക്കണം. ഇപ്പൊ നമ്മുടെ ഈ മിക്സ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു കളർ ചേഞ്ച് ആയി നല്ലൊരു ക്യാരറ്റിന്റെ കളർ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 200 ഗ്രാം എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുത്ത് അതും കൂടെ കൂട്ടി ഇനി നമ്മൾ മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത്.
ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഒരു നാരങ്ങയുടെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കും. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് അത് നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക ചെയ്യുന്നത്. ഇപ്പൊ നമുക്കൊരു ഇച്ചിരി കൂടെ കഴിയും. ഇപ്പൊ ഒരുവിധം ക്യാരറ്റിന്റെ കളർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചുകൂടെ ഇളക്കി കുറച്ചൊന്ന് കൂടി കഴിയുമ്പോഴത്തേക്ക് നല്ല ക്യാരറ്റിന്റെ ഒറിജിനൽ ക്യാരറ്റിന്റെ കളർ കിട്ടും നമുക്ക്. അപ്പൊ നമ്മൾ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ചെയ്യേണ്ടത്. അപ്പൊ നമുക്കിത് നന്നായിട്ട് കുറുകി അതിന്റെ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. അത് നന്നായിട്ട് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് നല്ല കുറുകിയ കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇത് നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇതിനെ ഒരു ബൗളിനകത്തോട്ട് ഇത് നമ്മൾ ചൂടോടെ തന്നെ മാറ്റിയെടുത്ത് വെക്കുക. നമ്മൾ ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നല്ല ചൂടോടെ ഇരിക്കുന്നതാണ്. ഈ ചൂടോടെ ഇരിക്കുന്ന ഈ മിക്സറിനെ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി ഒരു ട്രേ ഗ്രീസ് ചെയ്ത് നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കണം. പെട്ടെന്ന് നമുക്കിത് ഒഴിക്കേണ്ടതാണ്. ഇത് ഒത്തിരി തണുക്കുന്നതിന് മുമ്പ് നമുക്കിത് ഒഴിക്കേണ്ടതാണ്. ചൂടോടെ തന്നെ നമ്മൾ ഇതിനെ ഈ ട്രേക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. നമ്മളിതിനെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതിനെ നമ്മളൊരു റൂം ടെമ്പറേച്ചറിൽ ഒരു കുറച്ചു നേരം വെച്ചൊന്ന് കൂളാക്കി എടുക്കണം. ഇത് നോർമൽ കൂളായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പിന്നീട് ഇതിനെ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതിനെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട്, ഫ്രീസറിലല്ല നോർമൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഇതിനെ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ 1 to 2 hours നമ്മൾ തണുപ്പിച്ചെടുക്കുക ചെയ്യേണ്ടത്, കൂള് ചെയ്തെടുക്കുക ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ക്യാൻഡി ഏകദേശം റെഡി ആയി കഴിഞ്ഞു. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 hours കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ ഇനി എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ അതിനെ മറിച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് മറിച്ചെടുക്കുക ചെയ്യുന്നത്. നമ്മൾ അതിനെ എടുത്ത് ഒരു പ്ലേറ്റിലോട്ട് നേരെ അതിനെ മറിച്ചെടുക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ അതിനെ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അതാണ് നമുക്കിനി ചെയ്യുന്നത്. അത് കട്ട് ചെയ്തെടുത്ത് നമ്മൾ ഇതിനെ സ്മോൾ പീസാക്കി വെക്കുക. ഇതിന് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിന് മുകളിലുള്ള ബട്ടർ പേപ്പർ ഒന്നെടുത്ത് മാറ്റിയിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതിനെ ഒരു സ്ക്വയർ ആയിട്ട് ചെറിയ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നമ്മുടെ ക്യാരറ്റ് ക്യാൻഡിനെ കട്ട് ചെയ്ത് സ്ക്വയർ ഷേപ്പിലാക്കി പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ റാപ്പ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് ഇതൊന്ന് അതിനകത്ത് ഉരുട്ടിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്ത് വെക്കുക ചെയ്യുന്നത്. ഇനി ഓരോന്നോരോന്നായിട്ട് എല്ലാത്തിനെയും ഇത് ഇങ്ങനെ ഉരുട്ടി ഇതിനകത്ത് ഡെസിക്കേറ്റഡ് കോക്കനട്ടിനകത്ത് ഉരുട്ടി എടുത്ത് വെക്കുക ചെയ്യുന്നത്. അങ്ങനെ ഈ ക്യാരറ്റ് ക്യാൻഡി എല്ലാം തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിനകത്ത് ഉരുട്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിപ്പോ നമുക്ക് കഴിക്കാവുന്ന പരുവത്തിലായിട്ടുണ്ട്. ഇത് ഇവർക്ക് ഞാനിത് കൊടുക്കുകയാണ്. ഇവരൊന്ന് കഴിച്ചു നോക്കട്ടെ. നൈഷാട്ടെ, ആൽവിനെ കഴിച്ചു നോക്കടാ. ഇത് നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങളും ഇത് തന്നെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി എല്ലാവർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും തന്നെ ഇഷ്ടമാകുന്ന റെസിപ്പിയാണ്. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രൈ ചെയ്ത് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ്, സോഫ്റ്റ് ആയിട്ടുള്ള ക്യാൻഡിയാണിത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ. ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ്. ബൈ ബൈ.